വ്യാഴാഴ്ച അന്തരിച്ച ജനസംഘം ബി.ജെ.പി. മുതിർന്ന നേതാവ് ഒ.പി.വി. നമ്പൂതിരിപ്പാടിന്റെ മൃതദേഹം സംസ്കരിച്ചു. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. നിരവധി മേഖലകളിൽ തലമുറകൾക്ക് വഴികാട്ടിയായ പ്രിയ നേതാവിന് ആദരവർപ്പിക്കാൻ അതിരാവിലെ മുതൽ തന്നെ വൻ ജനാവലിയാണ് ഒരുവന്നൂർ മനയിലേക്ക് ഒഴുകിയത്. എം.എൽ.എമാരായ എൻ ഷംസുദ്ദീൻ, പി.കെ. ശശി എന്നിവർ തലേന്ന് തന്നെ അനുശോചനം അറിയിക്കാനെത്തിയിരുന്നു. തുടർന്ന് വെള്ളിയാഴ്ചയും ബഹുജന സാന്നിധ്യമുണ്ടായി. 10:30 മണിയോടുകൂടി പുഷ്പവൃഷ്ടിയുടെ അകമ്പടിയിൽ മൃതദേഹം വീട്ടുവളപ്പിലെത്തിച്ചു. തുടർന്ന് ദീർഘനേരത്തെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ചിതയ്ക്ക് തീ കൊളുത്തി. ഒ.പി.വി. നമ്പൂതിരിപ്പാടിന്റെ വിയോഗത്തോടെ നാടിന് നഷ്ടമായത് ആദർശശുദ്ധിക്കായി തപമിരുന്ന തലമുറകളുടെ ഗുരുവര്യനെയാണ്. ജനസംഘം മുതൽ ബി.ജെ.പി. ഉൾപ്പെടെ സംഘടനകൾക്ക് ചാലകശക്തിയായി നിലകൊണ്ടത് സ്വതസിദ്ധമായ ലാളിത്യം മുഖമുദ്രയാക്കിയാണ് ഒ.പി.വി. തന്റെ ജീവചര്യ ചിട്ടപ്പെടുത്തിയത്. സംഘടന പ്രവർത്തനത്തിലൂടെ സംസ്ഥാന ദേശീയ നേതൃത്വ ശ്രേണിയിലേക്ക് ഉയർന്നപ്പോഴും മണ്ണാർക്കാടിന് പരിചിതമായത് പതിവ് കാൽനടയാത്രികനായ ഈ ബ്രാഹ്മണ ശ്രേഷ്ഠനെയാണ്. നവോത്ഥാന നായകനിരയിൽ അകപ്പെട്ടില്ലെങ്കിലും ഐത്താചാരത്തിനെതിരെ ഇദ്ദേഹം പടപുരുതിയത് സർവ്വജാതി മതസ്ഥർക്കും മനയിലേക്ക് സ്വാഗതമരുളിക്കൊണ്ടാണ്. ബ്രാഹ്മണ്യത്തിന്റെ പരിശുദ്ധി ഒട്ടും കളങ്കപ്പെടുത്താതെ ഐത്തമെന്നത് മനുഷ്യ മനസ്സുകൾക്കാണെന്ന നിലപാടിലൂടെ മാനവസേവ യഥാർത്ഥ മാധവസേവ തന്നെയെന്നത് അദ്ദേഹം ഇന്നും പുതുതലമുറയെ ഓർമ്മിപ്പിക്കുന്നു.